രാവിലെ തന്നെ ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുകയാണ്. നേരെ റോസ് മലയിലേക്കാണ് നമ്മൾ പോകാതിരിക്കുന്നത്. നല്ല ഫോട്ടോ കൂടെ അരുണാണെന്നുള്ളത്. അരുണേ, അപ്പം നേരെ റോസ് മല. ഓക്കെ, ഗൈസ്, ഞങ്ങളിങ്ങനെ റോസ് മലയിലേക്ക് പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു നല്ലൊരു സ്പോട്ട് കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ജസ്റ്റ് പോകാൻ തോന്നില്ല, അമ്മാതിരി ഒരു ആംബിയൻസ് ആണ് ഇവിടുത്തെ. കൊള്ളാല്ലേ, ഒരു രക്ഷയില്ലാത്തൊരു ആംബിയൻസ് ആണ് ഗൈസ്. വേറൊരു വൈബ് തന്നെയാണ് ഇവിടെ വരുമ്പോൾ. ഒരുപാട് ഫാമിലിയൊക്കെ വരുന്നുണ്ട്. ഗായ്സ്, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, നല്ല ഒരു ചെറിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേൾക്കുന്നില്ലേ? എന്താ സത്തം അക്ഷരം വെച്ചാൽ നല്ല വൈബിലാണ് കേട്ടോ. അളിയാൻ വിളിച്ചു പൊളി തന്നെയല്ലേ? പക്ഷേ സൂക്ഷിച്ചിരിക്കണം കേട്ടോ, അവിടെയൊക്കെ തെന്നിയൊക്കെ ഇത് സൂക്ഷിച്ചിരുന്ന് നടക്കണം. പൊളികളുണ്ട്. അന്നേരം തന്നെ നീ വീഡിയോ ഷൂട്ട് ചെയ്യില്ലേ? ഒരപ്പൂപ്പൻ ഇവിടെ നിന്ന് തുണി കഴുകുകയാണ്. നമ്മളെ കണ്ടൊക്കെ തിരിഞ്ഞു. അപ്പം നമ്മൾ അതുവഴിയാണ് കേട്ടോ, നല്ല പാലം കണ്ടോ, അതുവഴി ഇനി നടന്നു കണ്ട് ഇങ്ങോരെ വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു പോസിറ്റീവ് വൈബ് ചെയ്യുന്നു കേട്ടോ. ഇവൻ മെയിനായിട്ട് വീഡിയോ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം അപ്പാപ്പൻ്റെ വീഡിയോ എടുക്കുന്നത്. അല്ല കാര്യം ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസം. നമ്മളിവിടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തായിരുന്നു, അടിപൊളിയായിരുന്നു. കുറച്ച് നേരം അങ്ങനെ നമ്മൾ ചായ അടിക്കൊരു കടയിലാണ്. കളിയാണ്, എന്തിനു വേണം? 2 ചായ, കടി വാഴയ്ക്കപ്പം. ഏതൊന്നോടാ എനിക്ക് വാഴയ്ക്കപ്പം വരും. നമുക്ക് ഇനി എടുക്കേണ്ടതാണ്. വാഴയ്ക്കപ്പം എനിക്ക് റിലീസ്. നല്ലത് നാച്ചുറൽ. എൻ്റെ പേര് ഒരെണ്ണം കുടിക്കാം. ഒരെണ്ണം തമിഴ്നാട് നമ്മുടെ ഇതിൻ്റെ പേര് ഇവിടെ ഫുൾ ഓഫ് റോഡാണ് കേട്ടോ. ഒരു വിഷ്വൽ മിസ്സായി. നമ്മളെ പോലീസ് പിടിച്ചായിരുന്നു. നമ്മളങ്ങനെ നേരെ തമിഴ്നാട് ബോർഡറിലോട്ട് ചെന്നു. അപ്പോൾ അങ്ങനെ പോലീസ് പിടിച്ചു. അതിന് ഒരു മലയാളീസായിരുന്നു. അതുകൊണ്ട് വേറെ ഒന്നും ചോദിച്ചില്ല. റോസ്മല ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തിയിരിക്കുന്നു. ഇനി ഇവിടെ ടിക്കറ്റ് എടുക്കും. എത്ര ആവാ? എത്ര ആവാ? ടിക്കറ്റ് ഉണ്ടോ? അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറാണ്.
വലിയ മരങ്ങളുണ്ട്. വൈബ് തന്നെയല്ലേ? ഓഫ് റോഡ് ഗൈസ്, നമ്മൾ തേര് കയറുന്ന കഴിഞ്ഞ് നമ്മളെ വണ്ടി ഓഫായിപ്പോയി. പിന്നെ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവൻ കയറ്റേട് ഉണ്ടോ, കുത്തനെ തേരിയാണ് ഇവിടെ. കയറത്തുണ്ടോ? അവിടെ നിന്ന് ഒരു ജീപ്പ് വരുന്നുണ്ട്. നമ്മൾ അതിൻ്റെ വണ്ടി ഇങ്ങനെ ഒതുക്കി എടുത്തേക്കാണ്. രണ്ട് ജീപ്പ് വന്നാൽ പെട്ടല്ലേടാ. ഇവിടെ ഫുള്ള് ട്രക്കിംഗ് ആണ്. ജീപ്പിലേക്ക് പോകണം, ബൈക്കിലൊക്കെ പോയാൽ. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് കയറാൻ പോകും. ടിക്കറ്റിന് പറഞ്ഞിട്ട് 40 രൂപ അല്ലേടാ. ഒരു ടിക്കറ്റ് 40 രൂപയാണ്. നല്ല കാറ്റുണ്ട്, ഒരു രക്ഷയില്ലാത്ത തണുത്ത കാറ്റ്. ഫുഡ് കഴിക്കുന്നുണ്ട് ഇവിടെ നിന്ന്. ആണ് ഇവിടെ ഫുഡ് കഴിക്കാൻ ഹോട്ടലുണ്ട്. അല്ലെ ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? തളർന്നാടാ? തളർന്നല്ലേ? ഫുള്ള് ഓഫ് റോഡിങ് ആയിരുന്നു. വണ്ടി ഓടിച്ച് പണ്ടാരടോ ഈ ക്ലച്ച് കരിഞ്ഞ നാറ്റോ അല്ലേ? ഇതൊരാവോ എന്തോ. എൻ്റെ വണ്ടിയാണ് ഗൈസ്. പക്ഷെ ആള് കുറവ് കേട്ടോ, വലിയ ആളൊന്നും കാണാനില്ല. ഇനി നടക്കാണ്ട്, ഇനി കുറേ ദൂരം നടക്കാണ്ട്. അങ്ങ് വരെ നടക്കണം. ഹലോ ഗൈസ്, നമ്മളതിൻ്റെ മണ്ടലെത്തി. കാട്ട് കാണിച്ചു പറഞ്ഞാൽ നമുക്ക് അങ്ങ് അത്രയും അവിടെ നിന്ന് കയറി വന്നതാണ്. അപ്പം മണ്ട വെക്കുന്നു, ഇവിടുന്ന് കുറച്ച് ദൂരം നമുക്ക് നേരെ മേലെ ചെന്നിട്ട് കാണാം. പിന്നെ ഫൈനലി നമ്മളിവിടെ എത്തി. കിടിലൻ വ്യൂ ആണ്. അക്ഷയാളെയും തളർന്ന് പണ്ടാരാണ്. എന്നാൽ ഇവിടെ വരുമ്പോഴൊരു വ്യൂ ഉണ്ടല്ലോ. സെറ്റ് വ്യൂ. ഇതിൻ്റെ മണ്ടേ കയറി നമ്മൾ കുറച്ചുകൊണ്ട് വിഷയം കാണാൻ പറ്റും. ഓരോ ദ്വീപ് കണക്ക് മലകൾ സൈഡിൽ കണ്ട ഇങ്ങനെ ഒരു വെട്ടി വെച്ചേക്കുന്ന കണക്കല്ലോ.
ഇവിടെ തന്നെ ഒരു ചെറിയൊരു ടവർ ഉണ്ട്. എൻ്റെ മണ്ടേ കയറി കുറച്ചുകൂടെ നല്ലൊരു വിഷ്വൽ കാണാൻ പറ്റും. അക്ഷയ ഇതാ കയറി പോകുന്നു. എന്ത് സൗണ്ട് എന്നാ സ്ലോ മോൾ പോട്ട് പറയാം. വൈബിനല്ലേ ഇവിടെ നോക്കാം. എന്ത് ഭംഗിയാണ് ഗൈസ് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കാൻ. കണ്ട ഒരു ഐലൻഡ് കണക്ക് കണ്ട ഓരോ മലകൾ വെള്ളത്തിൻ്റെ നടുക്കായിട്ട്. സൈഡിൽ കണ്ട വെട്ടി കണക്കുള്ള പാടം. അത് വെള്ളം ഒലിച്ചു പോയി അവിടെ മണൽ വന്നതാണ്. ആ നടുക്ക് സൈഡിൽ കൊണ്ടുവന്ന് പാടം നോക്കാം. നമ്മളങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. ഇനി ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കണം അല്ലേടാ. ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് പയ്യെ ഇറങ്ങണം. പാലരുവി കൂടെ ഒന്ന് കയറണം. ഇവിടെ ഇങ്ങനെ നിന്നപ്പോൾ ഒരു വൈബ് തന്നെ. നല്ല തണുത്ത കാറ്റ്. ഒട്ട വെയിലാണെങ്കിൽ ആ ചൂട് അറിയാൻ പറ്റുന്നില്ല അല്ലേ. ആ ഒരു തണുത്ത കാറ്റിൻ്റെ ചൂട് അറിയാൻ പറ്റുന്നില്ല. നോക്കൂ ഗൈസ്. അവിടെ ഫുള്ള് മഞ്ഞാണ്. അതിൻ്റെ ഇടയിൽ കിടക്കുന്ന ഒരു ദ്വീപ്. ചെറിയ ലവ് ഷേപ്പ് ഇരിക്കുന്നത് കണ്ടിട്ട് അവിടെ ഒരു ദ്വീപ് കണ്ടിട്ട്. അക്ഷരൊക്കെ തളർന്നു. എന്തെന്നറിയാം എഴുതുന്നത്. അക്ഷര അവൻ്റെ പേരിവിടെ എഴുതുകയാണ്. അവൻ്റെയും അവൻ്റെ കാമയുടെയും പേരാണ് എഴുതുന്നത്. അത് എൻ്റെ വണ്ടിയുടെ ചാവി ഇട്ടാണ് എഴുതുന്നത്. അവിടെ എൻ്റെ പേരും കൂടെ എഴുതിക്കോട്ടോ. ഹലോ ഗൈസ്, നമ്മൾ മറ്റേ റോസ്മല ആ ടോപ്പിൽ പോയി കണ്ടില്ലേ. അവിടെ നിന്ന് കണ്ടാണ്ട് ഈ വിഷ്വലാണ്. ഇത് നമ്മളിഞ്ഞ് താഴെ എത്തി. ഇവിടെ ഫുള്ള് എന്താ സെറ്റാണ്.